നമസ്കാരം. വയനാട് ഫണ്ട് മുക്കിയ യൂത്ത് വ്യാജന സംഘത്തിന് ഇതിനേക്കാൾ ഗംഭീര മറുപടി കൊടുക്കാനില്ല. ഡിവൈഎഫ്ഐ വയനാട് ജില്ലാ കമ്മിറ്റിയെ അഭിനന്ദിക്കുകയാണ്. ഇന്നിപ്പോ അവിടെ ഒരു ഭിക്ഷാടന സമരം വെച്ചു. അതായത് യൂത്ത് വ്യാജന്മാർ പിരിവെടുത്ത് പുട്ടടിച്ച് കഴിഞ്ഞു. ബിരിയാണി ചലഞ്ച് നിർമ്മിച്ച് പൈസ കളക്ട് ചെയ്ത് അതിനെ പുട്ടും ചിക്കനും കൂട്ടി അടിച്ച്, അല്ലെങ്കിൽ പുട്ടും മട്ടനും കൂട്ടി അടിച്ച് അവർ ആ ഫണ്ട് മുഴുവൻ നശിപ്പിച്ചത് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വയനാടിലെ ജനങ്ങളെ അങ്ങനെ പറ്റിച്ച യൂത്ത് കോൺഗ്രസുകാർക്ക് വേണ്ടി, അവരുടെ ഭവന നിർമ്മാണത്തിന് വേണ്ടി ഡിവൈഎഫ്ഐക്കാർ നടത്തിയ ആ വെറൈറ്റി സമരം ഒന്ന് കണ്ടേ. ഭിക്ഷാടന സമരം. ആ സമരം ഇന്നിപ്പോ ഡിവൈഎഫ്ഐ അവിടെ സംഘടിപ്പിച്ചുകൊണ്ട് യൂത്ത് വ്യാജന്മാരുടെ ഫണ്ട് മുക്കലിനെതിരെ നടത്തിയ ആ പ്രതിഷേധമുണ്ടല്ലോ, ഇത്രയും നല്ലൊരു പ്രതികരണം സ്വപ്നത്തിൽ മാത്രമാണെന്ന് പറയേണ്ടി വരികയാണ്. എന്തായാലും ആ പ്രതിഷേധ സമരത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. രാവിലെ വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വന്ന് ഒരു ഫ്ലക്സും പിടിച്ച് ഒരു ചട്ടിയും വെച്ച് യഥാർത്ഥ ഭിക്ഷാടനം അങ്ങ് തുടങ്ങി. കാര്യം കേരളത്തിൽ ഒരു ട്രിപ്പ് പിരിവെടുപ്പ് കഴിഞ്ഞു, ഇനി വീട് വയ്ക്കാൻ അടുത്ത ട്രിപ്പ് പിരിവെടുത്താലേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് വീണ്ടും വ്യാപക പിരിവിന് വേണ്ടി തയ്യാറെടുക്കുന്ന യൂത്തന്മാരുടെ ആ ഫണ്ട് പിരിവിന് സഹായിക്കാൻ വേണ്ടി എന്നുള്ള നിലയ്ക്ക് ഒരു ചട്ടിയുമായിട്ട് ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർ അങ്ങ് തെരുവിൽ ഇറങ്ങിയപ്പോൾ അതിനോളം നല്ല ഒരു മറുപടി അവർക്ക് കൊടുക്കാനില്ല എന്ന് പറയേണ്ടി വരികയാണ്. എന്തായാലും ആ ദൃശ്യം ഒന്ന് കണ്ടേ. സാഹചര്യം യൂത്ത് കോൺഗ്രസിനെ സഹായിക്കാന്നുള്ളതാണ്. ഇപ്പോ മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് ദുരന്തബാധിതർക്ക് 30 വീടുകൾ നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത് കേരളത്തിലുടനീളം വ്യാപകമായി ഫണ്ട് പിരിച്ച നേതൃത്വം കൊടുത്ത ആളാണ് യൂത്ത് കോൺഗ്രസ്. പക്ഷേ വ്യാപകമായി ഫണ്ട് പിരിച്ച് അതിന് നേതൃത്വം കൊടുത്ത് ആ ഫണ്ടുമായി ബന്ധപ്പെട്ട് ഇന്ന് യാതൊരു കണക്കുമില്ല എന്നുള്ളൊരു വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. വ്യാപക ഫണ്ട് പിരിച്ചു എന്ന് മാത്രമല്ല, ആകെ 88 ലക്ഷം രൂപയെ അക്കൗണ്ടിലുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ വയനാട് ജില്ലയിലെ മാത്രം അവരുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ മീനങ്ങാടി മണ്ഡലം കമ്മിറ്റി മാത്രം 8 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. 26 മണ്ഡലം വയനാട്ടിലെ യൂത്ത് കോൺഗ്രസിനുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് മാത്രം ഏകദേശം 20 ലക്ഷം രൂപന്റെ അടുത്ത് പൈസ പിരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവർ പറയുന്ന കണക്കിന് യാതൊരു വസ്തുതയില്ല. അപ്പം ഈ പൈസ പിരിച്ചത് മുഴുവൻ അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പുട്ടടിച്ചു എന്നുള്ളൊരു വസ്തുതയാണ്. മാധ്യമങ്ങൾക്കകത്തെ സ്വാധീനം ഉപയോഗപ്പെടുത്തി എങ്ങനെ നേരത്തെ പിരിച്ചെടുത്ത ഫണ്ടിന്റെ ഒരു വിഹിതം പുട്ടടിക്കാൻ കൊടുത്തത് കേരളത്തിലെ മാപ്ര മുതലാളിമാർക്കാണല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഫണ്ട് മുക്കലോ അതിന്റെ ആപ്പോ അതിന്റെ കണക്കോ പുറത്തു വരാതിരിക്കാൻ വല്ലാത്ത ജാഗ്രത പുലർത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ചർച്ച ചെയ്യാനോ അന്തിച്ചർച്ചയ്ക്ക് എടുക്കാനോ രാവിലെ മുതൽ വയനാട് ഫണ്ട് എവിടെ എന്നൊരു ചോദ്യം ചോദിക്കാനോ മാപ്രകൾ തയ്യാറായിട്ടില്ല. അത് അവർ തമ്മിലുള്ള നീക്കുപോക്കാണ്. പക്ഷേ മിണ്ടാതിരിക്കാൻ കേരളത്തിന്റെ യുവത്വത്തിന് കഴിയില്ലല്ലോ. എവിടെ ഫണ്ട് എന്ന് ചോദിക്കും. കാര്യം ഇവരാരും കുനിഞ്ഞിട്ടതോ നൂന്നെടുത്തോ കാശോ അല്ല, നാട്ടുകാരുടെ വിയർപ്പോഹരി പിരിച്ചെടുത്ത് അത് പുട്ടടിച്ചത് എവിടെയെന്ന് അറിയാൻ വേണ്ടി അവർ ചെയ്ത ആ സമരവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം കൂടി ഡിവൈഎഫ്ഐയുടെ ജില്ലാ ഭാരവാഹി നടത്തിയിട്ടുണ്ട്. കാര്യം അതുകൂടി കേൾക്കേണ്ടതുണ്ട്. അവർ ഒരു റിക്വസ്റ്റ് മാത്രമേ യൂത്ത് വ്യാജനോട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നേരത്തെ പാവപ്പെട്ട മനുഷ്യരുടെ പണം പിരിച്ചോ ഭാഷ പുട്ടടിച്ചു 5 കോടി പിരിച്ചെടുത്തതിന് ശേഷം 88 ലക്ഷം രൂപ ബാക്കി വെച്ച ആ ഒരു കരുതലുണ്ടല്ലോ, ആ കരുതലിന് ശേഷം ആപ്പ് കൂടി കാണാനില്ലാത്തൊരവസ്ഥയാണ്. ആ നിലയ്ക്കുള്ള വ്യക്തിയോട് ഇത് നേരെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തിട്ട് അവർ കൊടുത്തൊരു റിക്വസ്റ്റ് ഉണ്ട്, വളരെ കൃത്യമായി കേൾക്കണം. ചൂരൽമല മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് 30 വീടുകൾ നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത് കേരളത്തിലുടനീളം വ്യാപകമായി ഫണ്ട് പിരിവിന് യൂത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുത്തിരുന്നു. കേരളത്തിൽ നിന്ന് ആകെ ലഭിച്ച പണം 88 ലക്ഷം രൂപയേ ഉള്ളൂ എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഈ കേരളത്തോട് വിളിച്ചു പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. വയനാട്ടിലെ ഡിവൈഎഫ്ഐ മാത്രം ഈ ജില്ലയിൽ നിന്ന് വിവിധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ജോലി എടുത്തുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ശേഖരിച്ചത് 61,97,158 രൂപയാണ്. അപ്പം ഈ പണത്തിൽ വ്യാപകമായ ക്രമക്കേട് നടത്തിയിട്ടുണ്ട്, പണം വകമാറ്റിയിട്ടുണ്ട്, പുട്ടിടിച്ചിട്ടുണ്ടെന്നുള്ള വസ്തുതയാണ് യൂത്ത് കോൺഗ്രസ് പിരിച്ച പൈസ. അപ്പം ഈ 30 വീടിന്റെ പ്രവർത്തനം പൂർത്തിയാക്കുന്നതിന് വേണ്ടി വീണ്ടും യൂത്ത് കോൺഗ്രസ് ഫണ്ട് പിരിവുമായി രംഗത്തിറങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ലഭിക്കുന്ന പൈസ മണി ഓർഡറായി രാഹുൽ മാങ്കൂട്ടത്തിന് അയച്ചു നൽകും. ഒരൊറ്റ കാര്യം, ഈ പൈസ ഇടുന്ന ആളുകൾ ഒരു അഭ്യർത്ഥന കൂടി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട്. അത് കൂടി രാഹുൽ മാങ്കൂട്ടത്തിന് മുമ്പായി ഞങ്ങൾ വെക്കുകയാണ്. ഈ കിട്ടുന്ന പൈസ, അതായത് ഇത് പിച്ചച്ചട്ടിയാണല്ലോ, ഈ പിച്ചച്ചട്ടിയിലെങ്കിലും കൈയിട്ട് വരാൻ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ നിങ്ങൾ തയ്യാറാകരുത്. അതുകൊണ്ട് ഇതെങ്കിലും ഭവന നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ള അഭ്യർത്ഥന കൂടി ഞങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട്. അതെ, യൂത്ത് വ്യാജ ഈ പിച്ചച്ചട്ടിയിലെങ്കിലും കൈയിട്ട് വാരാതിരിക്കുക. ആ യുവത്വം അവർ പറയുകയാണ്, അവർ 16 ലക്ഷം രൂപ ജില്ലയ്ക്ക് വേണ്ടി ഡിവൈഎഫ്ഐക്ക് പിരിച്ചു കൊടുത്തു. പക്ഷെ ആ ജില്ലയിൽ നിന്ന് നേരത്തെ പിരിച്ചെടുത്ത പലതിനും കണക്കില്ല. ആരുടെ വീട്ടിൽ പോയി ആരുടെ പോക്കറ്റിൽ പോയി എന്നതിനെ സംബന്ധിച്ച് ഒരു തരത്തിലും പരിശോധനയുമില്ല. ഇനിയിപ്പോ വീണ്ടും പിരിക്കാനിറങ്ങുമ്പോൾ
സ്വാഭാവികമായിട്ടും അവരെ സഹായിക്കാം. ആ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരരുത്. കാര്യം പിച്ച എടുത്ത് കൊടുക്കുകയാണ്. ഈ പിച്ചച്ചട്ടി നാടകങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇവർക്ക് വേണ്ടി യഥാർത്ഥത്തിൽ ഫണ്ട് മുക്കി നക്കിയതുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ തരത്തിൽ നടത്തുന്നത് ഒരു യുവജന സംഘടനയെ സംബന്ധിക്കുന്നിടത്തോളം അത്യന്താപേക്ഷിതമാണ്. നാട്ടുകാരുടെ മുന്നിൽ മാധ്യമങ്ങൾ അത് മുക്കിയാൽ പോലും അത് തുറന്നു കാട്ടിക്കൊടുക്കേണ്ടതും വയനാട് ഫണ്ട് ഇവർ പിരിച്ചു മുക്കി എന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങളെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം അവിടത്തെ ഡിവൈഎഫ്ഐ പോലുള്ള സംഘടനകൾക്കുണ്ട്. അത് ചെയ്യാൻ ഈ രീതിയിലുള്ള ഒരു സമരമാർഗം അല്ലെങ്കിൽ പ്രതിഷേധ രീതി ആവിഷ്കരിച്ച ജില്ലാ കമ്മിറ്റി അഭിനന്ദിക്കുകയാണ്. ഇങ്ങനെയൊക്കെ തന്നെയാണ് ജനങ്ങളോട് ഇവർ ചെയ്ത കൊള്ളരുതായ്മകളെ ബോധ്യപ്പെടുത്തേണ്ടത്. ഇവർ ചെയ്ത പ്രവർത്തനങ്ങളെ മനഃപൂർവ്വം ഇവർ മറച്ചു പിടിക്കുകയും ചർച്ചയാക്കാതെയും വാർത്ത കൊടുത്തു എന്ന് വരുത്തിക്കൊണ്ട് അവരെ സഹായിക്കുന്ന രീതിയിൽ നിൽക്കുമ്പോൾ അങ്ങനെയല്ല. ഈ ഫണ്ട് മുക്കലിന്റെ ഒരു വിഹിതം പറ്റിയ മാപ്രകൾ അവരോടൊപ്പം നിലകൊള്ളുന്നു എന്ന യാഥാർത്ഥ്യം അത് ബോധ്യപ്പെടുത്താൻ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കുക. വെറും പ്രതിഷേധ സമരങ്ങളല്ല, വ്യത്യസ്തമായിട്ടുള്ള ആ നിലയ്ക്ക് നോക്കുമ്പോൾ ജില്ലാ കമ്മിറ്റി നടത്തിയ ഈ പ്രതിഷേധ സമരം അഭിനന്ദനാർഹമാണ്, ശ്ലാഘനീയമാണെന്ന് പറയേണ്ടി വരികയാണ്.